Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു കേക്കിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതിന്റെ റെസിപ്പി കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ബൗണ്ടിയും സ്നിക്കേഴ്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്ക് ആണ് ട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ട് നമ്മൾ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ട്ടോ. എന്നിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കൊക്കോ പൗഡർ ഇതിൽ ആഡ് ചെയ്യാം. 1 kgക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിന് പകരമായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ 3 എഗ്സ് ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അത് 3 നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം നമ്മുടെ മുട്ട പൊങ്ങി വരും. അതുകൊണ്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര 1 കപ്പ് കുറച്ചായി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വളരെ ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലോറിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അതിൽ 1/4 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഫ്ലോറും കൂടി ഇടുക. പിന്നെ ബാക്കി വന്ന പാലും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ബീറ്റർ മാറ്റിയിട്ട് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബേക്ക് ആവുകയില്ല, നല്ല സോഫ്റ്റ് കേക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇത് 6 ഇഞ്ച് പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചൊരു അത്യാവശ്യം ഹൈറ്റിൽ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വൈറ്റും ഡാർക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ബൗണ്ടിയും സ്നിക്കേഴ്സും മിഠായി എടുത്ത് വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെറ്റ് ചെയ്യുന്ന പഞ്ചസാര സിറപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗനാഷ് വൈറ്റോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ക്രീം വെക്കുക. ക്രീമിലും വേണമെങ്കിൽ ഗനാഷ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ക്രീമിൽ ഗനാഷ് യൂസ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രീം ചെയ്തതിന് ശേഷം ഒരു ബൗണ്ടറി പോലെ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്സ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്നിക്കേഴ്സ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് സ്നിക്കേഴ്സ് നല്ല രീതിയിലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി, അത്യാവശ്യം ചെറിയ കഷ്ണമാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത്, എന്തായാലും ചോക്ലേറ്റ് കുറച്ചൊന്ന് കട്ടിയാവും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഒരു സ്നിക്കേഴ്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അടുത്ത ലെയർ കേക്ക് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അടുത്ത കേക്ക് ഇത് വന്നിട്ട് ബൗണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇതൊരു കസ്റ്റമർ അവരുടെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. അവർക്ക് ഈ 2 ചോക്ലേറ്റ്സ് വെച്ചിട്ട് കേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെവിടുന്നോ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ചോക്ലേറ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഏത് ചോക്ലേറ്റ്സ് വെച്ചിട്ടും ഗാലക്സി അങ്ങനെ എന്ത് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അടുത്ത ലെയർ കേക്ക് വെച്ചു, വെറ്റ് ചെയ്തു, ക്രീം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബൗണ്ടറി ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട്. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കിവിടെ അടുത്ത ചോക്ലേറ്റ് വെക്കാം. അടുത്ത ചോക്ലേറ്റ് വന്നിട്ട് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിതാ അടുത്തത് ബൗണ്ടി അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയണേ. എനിക്ക് ബൗണ്ടി തീരെ ഇഷ്ടമല്ല, എനിക്ക് സ്നിക്കേഴ്സ് കുറച്ചെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ലെയർ കേക്ക് വെക്കുക. നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. സ്നിക്കേഴ്സ് വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുണ്ട്, സ്നിക്കേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ലെയർ കേക്ക് വെക്കുക. ഒന്ന് എന്താ പറയുക, സിറപ്പ് വെച്ച് കൊടുക്കുക, ക്രീം വെക്കുക. അതിനുശേഷം നമ്മൾ ബൗണ്ടി ചോക്ലേറ്റ് ആണ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ബൗണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് കേക്കിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാൻ ബൗണ്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വെറ്റ് ചെയ്യണം. വെറ്റ് ചെയ്താലാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുക. പിന്നെ
ചില കസ്റ്റമേഴ്സിന് അധികം വെയിറ്റ് ചെയ്യുന്ന കേക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് എങ്ങനെയാണ് വേണ്ടത്. കസ്റ്റമേഴ്സുമായിട്ട് നമ്മളൊരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുക. അവർക്ക് വേണ്ടതുപോലെ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കേക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേക്കിൻ്റെ ഫ്ലേവേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഇതിലേക്കൊരു ബാംബൂ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കേക്ക് എന്താ പറയുക, ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഫില്ലിങ്സ് ഒക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇപ്പോഴന്നെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളവും ചിരിവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി സ്റ്റിക്കൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് വന്നിട്ട് യൂണിക്കോൺ കേക്കാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത് തന്നെ. വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് കളറ്, റെഡ് കളർ കുറച്ച് ക്രീമിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുക, പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഹോൾസ് ഞാൻ ചെറുതായിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ക്രീംസേ നമ്മുടെ കേക്കിലേക്ക് വരുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല അതിന് ഓവറായിട്ട് ക്രീമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം, എളുപ്പം ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് ഫിനിഷ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അവിടെയൊക്കെ ക്രീം കുറവുണ്ട്, അവിടെയൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് എന്താ പറയുക, കേക്ക് ബോർഡൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ യൂണിക്കോണിൻ്റെ ഈ ഒരു ഹോസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ഫോണ്ടിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാതെ എനിക്കിത് അറിയേയില്ല. അതുപോലെ ഞാനൊരു ക്രാഫ്റ്റോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. ഒരു കലാപരമായ കഴിവില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനിത് കേക്കിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പറ്റില്ലെങ്കിലും നമുക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നാൽ പറ്റും. അതുപോലെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് കഴിയും. അപ്പോൾ ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് റെഡിയാക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹൗസിൻ്റെ ചെവി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് അമർത്തി കൊടുത്ത് ആ ഒരു ഷേപ്പിലാക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് കഴിയും. ഇത് അതിൻ്റെ ഹെയർ ആണ് കേട്ടോ. ഹെയർ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റ ഭാഗം ഈ ഒരു ഇവർ തന്നിട്ടുള്ള ഒരു വീഡിയോയിലുള്ള ഹെയർ ഇങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ ഹെയർ പല ഡിഫറെൻ്റ് ആയിട്ടും കാണാം, വളരെ തിന്നായിട്ട്. അപ്പോൾ ഇതിലങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്ത് വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് കളേഴ്സ് ബോളുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 കളേഴ്സ് റെയിൻബോൻ്റെ ഒരു തീമിലാണ്. അപ്പോൾ 2-3 കളേഴ്സ് ഇതിൽ ഒരു കളർ മിസ്സിങ് ആണ് കേട്ടോ. പേർപ്പിൾ കളർ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ചെവിയും കൂടെ ഹിയർ അവിടെ ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്നാണ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഗ്ലൂ ആവശ്യമുണ്ടെങ്കിൽ CMC പൗഡറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലൂ കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം മാത്രം വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക ഒട്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഹെയറും ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഡ്രൈ ആക്കാൻ വെച്ചതാണ്. ഇങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓവനിലൊരു 10 മിനിറ്റ് ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചാലും മതി. പെട്ടെന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓവനൊന്ന് ചൂടാക്കി വെച്ചാൽ മതി. ചെറിയ ഹെയർസൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കയ്യിലിട്ടൊന്ന് തിരിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മളിത് ഡെലിവർ ചെയ്യുന്നതിന് സമയത്ത് നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെതായ കുറേ കുഴപ്പങ്ങൾ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം, പറ്റും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കുറേ ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ബോൾസ് ഇങ്ങനെ പല കളേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ സൈഡിലായിട്ട് 2 സൈഡിലാക്കി വെച്ചു. ഇനിയാണ് കഥകൾ. ഈ ഒരു കേക്ക് എനിക്ക് കുറേ പണി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഡെലിവർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് പണി കിട്ടിയത് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാവും എന്തായിരുന്നു സംഭവിച്ചതെന്ന് കേട്ടോ. അപ്പോൾ കളർ ബോൾസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു പിങ്ക്, പിന്നെ ഈ റെയിൻബോ കളേഴ്സൊക്കെ ഗേൾസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറാണ് ഇത്. ഹൈസയാണ്, ഹൈസാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇത് 5 ഇയേഴ്സ് ആണ് മോക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഹൈസയ്ക്ക് വേണ്ടിയിട്ട് കമൻറ്റിൽ വിഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ.
അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു റെയിൻബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഫസ്റ്റ് ടൈമാണ് റെയിൻബോ ഉണ്ടാക്കി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് എന്താ പറയുക, ഇറക്കി വെക്കുമ്പോഴുള്ള കുഴപ്പമായിരുന്നു. അതുപോലെ ഈ ഒരു ഇറക്കി വെക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് കുറച്ച് വലുപ്പം കൂടുതലായിപ്പോയി, കണ്ടില്ലേ? അതും പിന്നെ എന്താ പറയുക, ഈ ടൂത്ത് പിക്സ് ഒക്കെ ഭയങ്കര വലുതായിപ്പോയി. വലുതായത് കൊണ്ട് തന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്കും ആണല്ലോ, താഴോട്ടേക്ക് ഇറങ്ങിപ്പോകാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കുറേ ഇളക്കി ഒരുപാട് സമയം എടുത്ത് ഇത് ഇറക്കി വെച്ചു. പക്ഷേ ഇത് ഞാൻ പിന്നെ എടുത്തു, പിന്നെ ഇറക്കി. അതുകൊണ്ട് തന്നെ ഈ റെയിൻബോ പൊട്ടിപ്പോയി കേട്ടോ. ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് നല്ലോണം സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഫോണ്ടൻ്റ് ആണ് കേട്ടോ ഇത്. എന്താ അറിയില്ല, പൊട്ടിപ്പോയി. കട്ട് ചെയ്ത് നോക്കി, ഒന്നും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആദ്യം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത്. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, പിന്നെ ചെരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതും നടന്നില്ല, കണ്ടില്ലേ? അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഈ റെയിൻബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഷോപ്പിൽ നമുക്ക് റെയിൻബോ അവൈലബിൾ ആണ്, പക്ഷെ അത് ഫോണ്ടൻ്റ് അല്ല, റബ്ബറിൻ്റെ മെറ്റീരിയലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ റെയിൻബോ ഫോണ്ടൻ്റ് അല്ല, നിങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ മറ്റൊരു റെയിൻബോ വെച്ചിട്ടുണ്ട്. അത് കാണാം, ഇതാണ് ആ റെയിൻബോ. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. അവർ എന്താ പറയുക, അത് റബ്ബറിൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അവർ കൊടുത്തിട്ടുണ്ട്, അവർ ഹാപ്പിയാണ്. ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല? അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.